കോഴിക്കോട് DC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ മെഡിക്കൽ കോളേജിൽ മാധ്യമങ്ങളെ കാണുന്നു. മെയിൻ്റെനൻസ് നടക്കുന്നില്ല. ഒരു കുഴപ്പമില്ലെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ സൂപ്രണ്ട് ഈ വിവരം പറഞ്ഞ് ഞങ്ങളൊക്കെ വിളിച്ചപ്പോൾ, ഞാനും MB ഒക്കെ വിളിച്ചപ്പോൾ നിസ്സാരവൽക്ക് സംസാരിച്ചത്. പക്ഷേ പ്രിൻസിപ്പളും മറ്റാളുകളെ കൂടെ വളരെ നന്നായി സേവനം നടത്തി. അത് ഞാൻ മോശം പറഞ്ഞില്ല. പക്ഷേ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായ അലംഭാവം, അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് അലംഭാവം, അതൊക്കെ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിലുണ്ടായ തടസ്സങ്ങളും അന്വേഷണ വിധേയമാക്കണം. ഇതൊരു അപകടം ഉണ്ടായതാണ്, പെട്ടെന്നുണ്ടായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിനെ രോഗികൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറ്റാവുന്ന ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒന്ന് കാഷ്വാലിറ്റിയിൽ അവിടെ ഉണ്ടാകാൻ പാടുണ്ടോ? ഏറെ ഗൗരവത്തോടു കൂടി കാസൂക്ഷിക്കേണ്ട പരീക്ഷിക്കേണ്ട സാധനമല്ലേ കാഷ്വാലിറ്റി. അപകടം ഉണ്ടായി. എന്നാൽ എത്ര രോഗികൾ ഇപ്പോൾ എവിടെയൊക്കെ ഇവർ പറയട്ടെ, എത്ര രോഗികൾ ഏതെല്ലാം ആശുപത്രിയിലുണ്ട്, വീട്ടിലേക്ക് എത്ര ആളുകൾ വിട്ടുപോയി എന്ന് കൃത്യം കണക്കുണ്ടോ? ഈ നിമിഷം വരെ കിട്ടുക. ഞാൻ ഇന്ന് രാവിലെ പ്രിൻസിപ്പൽ വിളിച്ചിട്ടാണ് പറഞ്ഞത്, കൃത്യമായ കണക്ക് ഇപ്പോഴും ആയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വിവിധ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രോഗികളുടെ അവസ്ഥ എന്താണ്? അതാരും അന്വേഷിക്കപ്പെടുന്നുണ്ടോ? ആരും പോയിട്ടില്ല. ഇന്നലെ രാത്രി 12 മണി വരെ 2 സ്വകാര്യ ആശുപത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ ഒരാൾ പോലും എത്തിയിട്ടില്ല.